ഫോർമലിൻ. മെഡിക്കൽ കോളേജുകളിൽ ശവം ചെയ്യാതെ സൂക്ഷിക്കുന്ന സാധനം വേണം. ഈ വാക്സിന്റെ ചലം, മൃഗങ്ങളുടെ ചലം, ആശുപത്രികളിൽ ഗർഭചിത്രം നടത്തുന്ന കുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങൾ എവിടെ പോകുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ജനിച്ചതിന് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ മതാചാര പ്രകാരം സംസ്കരിക്കും. എന്നാൽ ആശുപത്രികളിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കൈയും കാലുമൊക്കെ കഷണം കഷണമായി മുറിച്ചെടുക്കുന്ന കൊലപാതകികളാണ് നമ്മുടെ നാട്ടിലെ ഗൈനക്കോളജിസ്റ്റുകൾ. നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം ഡോക്ടർമാരും കൊലപാതകികളാണ് അടിസ്ഥാനപരമായിട്ട്. ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കയറി കുഞ്ഞു ശവങ്ങൾ, വാക്സിന്റെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച്, വാക്സിനിൽ ഹ്യൂമൻ സെല്ലുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഇന്റർനെറ്റിൽ കയറി കാണാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഏറ്റവും പുരോഗമിച്ച, ഏറ്റവും ഒടുവിലായി അലോപ്പതി രംഗത്ത് വന്നിട്ടുള്ള പുരോഗമനം ഒരു പുതിയ തെറാപ്പിയാണ്. മലം തെറാപ്പി, സ്റ്റൂൾ ട്രാൻസ്പ്ലാന്റേഷൻ തെറാപ്പി. ആരോഗ്യമുള്ളവരുടെ മലം എനിമ വഴി ആരോഗ്യം കുറഞ്ഞവരുടെ ഉള്ളിലേക്ക് കയറ്റുന്ന ചികിത്സ തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ അടുത്ത ചികിത്സയാണ് ശവം നമ്മെ കൊണ്ട് തീറ്റിക്കുന്ന ചികിത്സ. കുഞ്ഞു ശവങ്ങളുടെ ഗ്രീൻ മങ്കി കിഡ്നി സെല്ലുകൾ വരെയുള്ള കുഞ്ഞു ശവങ്ങളുടെ കിഡ്നി സെല്ലുകളും ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഗ്രീൻ മങ്കി കിഡ്നി സെല്ലുകളുമാണ് വാക്സിനുകളുടെ ബേസ്.